നമ്മളോട് പഠിച്ച അനീഷ് ഉപ്പുമാവ് ഉണ്ടാക്കിയ കാര്യം ഡിഗ്രിക്ക് പഠിച്ച അനീഷല്ലേ തന്നെ അവനൊരു ദിവസം വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയത്. അപ്പൊ ഉപ്പുമാവിന്റെ പേരിൽ തന്നെ ഉപ്പുള്ളത് കൊണ്ട് ഹായ്, ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ രാവിലെ നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. അതിനുവേണ്ടി ഞങ്ങൾ 2 കപ്പ് റവ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്യാരറ്റ്, സവോള, 2 വറ്റൽമുളക്, ഒരു 3 പച്ചമുളക്, പിന്നെ ഞങ്ങൾ തേങ്ങാപ്പാലിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് റവ വറുത്തെടുക്കാം. നമുക്ക് റവ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിപ്പോൾ ഈ റവ വറുത്തെടുക്കുന്നത്. ഇനി നമുക്കൊരല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച ശേഷം നമ്മൾ റവ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ പാനൊക്കെ ആയതുകൊണ്ട് നമ്മൾ എണ്ണ ഇല്ലാതെയാണ് വറുത്തെടുക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് റവ വറുക്കണമെന്നില്ല, വറുക്കാതെ നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് സമയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണയോ നമ്മൾ ഈ റവയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിലും വളരെ എളുപ്പത്തിൽ കട്ട പിടിക്കാതെ കുഴയാതെ ഒക്കെ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പം വറുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനും എളുപ്പമുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പുമാവ് അത് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഏത് രീതിയിലാണെങ്കിലും അത് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പം തരിതരിയായിട്ട് റവ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ ആ റവ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. റവ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ഇതുപോലെ കണ്ടോ, നല്ല തരിതരിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കുന്ന ബാക്കി സാധനങ്ങൾ നമ്മൾ അത് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അതേ പാനിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞങ്ങളിവിടെ വറ്റൽമുളകിന് കൊടുത്ത് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. വറ്റൽമുളകിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ഉപ്പുമാവിന് നല്ലതാണ്. ഈ സമയത്ത് നമ്മൾ കടുക് പൊട്ടുന്ന സമയത്ത് ഒരല്പം ഉഴുന്നോ കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം സൈസ് സവോള ഇവിടെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ നമ്മൾ 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവോള പകുതി വേവായാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. സവോള പകുതി വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വലിയ കഷ്ണം ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ അത് സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ഗ്രീൻ പീസോ അതോ കടല അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. കടല എന്നാട്ടോ പറഞ്ഞത്. കടല എന്നുള്ള ഉദ്ദേശം നിലക്കടലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ പച്ചക്കറിക്ക് ആവശ്യമായ അല്പം ഉപ്പും ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. കാരറ്റ് മയമൊക്കെ ആയ നോക്കിയേ. കാരറ്റ് മയമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 മുറി തേങ്ങയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് 2 കപ്പ് റവയ്ക്ക് ഞങ്ങൾ 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി നീളത്തിലൊക്കെ കട്ടിപ്പാൽ വേണമെന്നില്ല. നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ഒരല്പം തേങ്ങ ചിരകിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കണം. കാരണം ഉപ്പ് ലേശം മുന്നോട്ട് നിൽക്കണം. എന്നാലേ നമ്മൾ റവ ഇട്ട് കഴിയുമ്പോൾ ഉപ്പുമാവേലെ ഉപ്പ് പിടിക്കുകയുള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മളോട് പഠിച്ച അനീഷ് ഉപ്പുമാവ് ഉണ്ടാക്കിയ കാര്യം ഡിഗ്രിക്ക് പഠിച്ച അനീഷല്ലേ? അവൻ തന്നെ അവൻ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയ കഥ പറയുമായിരുന്നു ക്ലാസ്സിൽ വന്നല്ലേ. അവനൊരു ദിവസം വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഉപ്പുമാവിൻ്റെ പേരിൽ തന്നെ ഉപ്പുള്ളത് കൊണ്ട് അവന് ഉപ്പിടാണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. എന്നിട്ട് അത് കഴിച്ചു നോക്കുമ്പോൾ അവൻ നോക്കുമ്പോൾ ഉപ്പില്ല. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ വന്ന ആ കഥ എന്നും ക്ലാസ്സിൽ വന്നിരുന്ന് പറയുന്നത്. അവൻ പേരിൽ ഉപ്പുള്ളത് കൊണ്ട് അവൻ വിചാരിച്ചു നമ്മുടെ ഉപ്പുമാവിന് കറി ചേർക്കണ്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ഇത് കാണുന്നുണ്ട്. എല്ലാവർക്കും ഹായ് അല്ലേ? എല്ലാവർക്കും ഹായ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച റവ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം.
റവയെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വറുത്ത റവ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി മായവും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഈ നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആ രീതിയിലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. റെഡി ആയോ എന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഉപ്പുമാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കഴിച്ചു നോക്കട്ടെ. കഴിച്ചോ. നല്ല മയം. ഇഞ്ചിയും ഉപ്പും ക്യാരറ്റും ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പഴം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. സൂപ്പർ. കൂടെ വേണേൽ കഴിച്ചു നോക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.